നമുക്ക് പുതിന നട്ടുപിടിപ്പിക്കാം. ഇതാ നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ട പുതിന ഇതുപോലെ നട്ടുപിടിപ്പിക്കണം. എനിക്ക് ഒരാൾ ഒരു തൈ എന്നതാണ് ഞാൻ കൊണ്ട് ചട്ടിയിൽ നട്ടു വെച്ച് പിടിപ്പിച്ച ശേഷം തറയിൽ നട്ട് ചട്ടിയിലും ഉണ്ട്. ഇതുപോലെയൊക്കെ നട്ടുപിടിച്ചാൽ നമ്മളെ ആവശ്യങ്ങൾക്കുള്ള പുതിന നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഇത് അടിവളമായിട്ട് കൊടുത്തേക്കുന്നത് ചാണകപ്പൊടിയും കോഴിവളവും മാത്രമാണ് ഞാൻ ഇതിൽ അടിയിലിട്ടിട്ടുള്ളത്. വേറെ ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഇത്തിരി ജൈവ സ്ലറി കൊടുക്കും ഇത്തിരി വളർന്ന ശേഷം. ഇതുപോലെ എല്ലാവരും ഒന്ന് നട്ടുപിടിപ്പിക്കണം. ഇത് വളരെ എളുപ്പമാണ് നട്ടുപിടിപ്പിക്കാൻ. നമുക്ക് വെയിലായതുകൊണ്ട് ഇനിയിപ്പം ദിവസം നനച്ചു കൊടുക്കണം. മഴയത്ത് നല്ല തിളിർത്ത് വരും. എൻ്റെ ഈ വീഡിയോ എല്ലാവരും കണ്ടു നോക്കണം. ഞാൻ ബാക്കിയുള്ള തൈകളും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. തൈ കണ്ട പുതിനച്ചെടി ഞാൻ എൻ്റെ ചട്ടിയിൽ വെച്ചിരുന്നത് ഞാൻ തറയിലോട്ട് മാറ്റി. ഇഷ്ടം പോലെ മഴ പെയ്ത് തെളുത്ത് കിടക്കുകയാണ്. മഴ പെയ്തപ്പം തെളുത്ത് കുറേ ഞാൻ ഒടിച്ചു കഴിഞ്ഞു. വേറൊരു മൂടാണ്. അതിൽ കുറച്ചേ ഉള്ളൂ. ഞാൻ ഇല പറിച്ചപ്പം കുറച്ചേ ഉള്ളൂ. അത് ഞാൻ എൻ്റെ മുളകിൻ്റെ മൂട്ടിലാണ് നട്ടേക്കണത്. കുറച്ചേ ഉള്ളൂ. പിന്നെ ഇതൊരു പഴയ മൂടാണ്. പഴയ മൂടത് ഇല പറിച്ചൊക്കെ ഇപ്പം അങ്ങ് ഉണങ്ങിയതുപോലെ ആയിപ്പോയി, മോശപ്പെട്ടു പോയി. ഒരു പഴയ മൂടാണ്. ഇതൊക്കെ പറിച്ച പഴമൂടായിപ്പോയി. ഇനി മാറ്റി മാറ്റി നട്ടാലേ പുതിയ തൈ കിളിർത്ത് വരുള്ളൂ. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ.